ഈ പാടത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് ഈ പൊട്ടിത്തെറിയിൽ തെറിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ആ തെറിച്ച് കിടക്കുന്നത് ആളുകൾ കണ്ടെത്തി ഇപ്പോൾ പോലീസും ഫയർഫോഴ്സിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. ഇതുപോലെ എത്ര പേർ ഏതൊക്കെ ഭാഗത്ത് കിടക്കുന്നുണ്ട് എന്ന സംബന്ധിച്ച ഒരു ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. അതീവ സങ്കടകരമായ നോക്കൂ, ഇതാണ് ആദ്യഘട്ടത്തിലെ ദൃശ്യങ്ങളാണ്. നമുക്ക് കേൾക്കാം, ഉഗ്രസ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും എത്ര പേർ അവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. ശരീരഭാഗങ്ങൾ ചിതറിയ നിലയിൽ ലഭിക്കുന്നുണ്ട്. അവിടെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 5 വെടിപ്പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മുഴുവൻ വെടിപ്പുരകളും കത്തി നശിച്ച നിലയിലാണ്. അത്ര വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. കനത്ത ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാണോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നോ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നോ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നോ ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. മുണ്ടത്തിക്കോട് സതീശൻ എന്ന ലൈസൻസി, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ഉള്ളയാളാണ്. ഇത്തരത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ തന്നെ വെടിക്കെട്ട് നടത്തി പരിചയ സമ്പത്തുള്ളയാളാണ്. അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സമീപവാസികൾ പറയുന്നത്. സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിരുന്നു. ഒപ്പം തൃശ്ശൂർ പൂര ദിവസത്തേക്കുള്ള വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരുന്ന സ്ഥലം തന്നെയാണ്. കനത്ത ചൂടിലാണ് അവിടെ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നതും. അങ്ങനെ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായതാണോ, ഒരു ഭാഗത്തു നിന്നത് പൊട്ടി വലിയ ദുരന്തമായി മാറിയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജെയ്സൺ, ഇപ്പോഴും എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നതിൽ നമുക്കൊരു സ്ഥിരീകരണമില്ല. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചവർക്കും എന്താണ് സംഭവിച്ചതെന്ന് പറയാവുന്ന ഒരു സാഹചര്യമില്ല. അബോധാവസ്ഥയിൽ തന്നെയാണുള്ളത്. 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പേർക്ക് 100% പൊള്ളലേറ്റ നിലയിലാണ് ഉള്ളത് എന്നാണ് അവിടെ ഉണ്ടായിരുന്നവരും പറയുന്നത്. ആരോഗ്യമന്ത്രിയും നൽകുന്ന വിവരങ്ങൾ അതുതന്നെയാണ്. എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നതിൽ എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? വിനീത, ഏകദേശം നാട്ടുകാർ പറയുന്ന പ്രകാരമാണെങ്കിൽ 30-ലധികം ആളുകൾ, 30-നും 35-നും ഇടയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നാം രാവിലെ വന്നപ്പോഴും ഏകദേശം അത്ര തന്നെ തൊഴിലാളികളോട് പണിയെടുക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും വെടിക്കെട്ടിൻ്റെ അടുത്ത ദിവസങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനു മുമ്പ് 2 വെടിക്കെട്ടിനുള്ള സാമഗ്രികളും പൂർണ്ണമായും നിർമ്മിക്കണം. അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാം രാവിലെ ഇവിടെ വന്നപ്പോൾ ഇവർ തന്നെ പറഞ്ഞ 100-ലധികം തൊഴിലാളികൾ വിവിധ സമയങ്ങളിലായി ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് നമുക്കൊരു പരിധിവരെ വിശ്വസിക്കാനാകും. ഏകദേശം 30ഓളം തൊഴിലാളികൾ വിവിധ കൂടാരങ്ങളിലായി, ഷെഡുകളിലും ചെറിയ ചെറിയ വീടുകൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അത്രയും വിശാലമായ ഒരു ഏരിയയാണ്. ഈ ഇത്തരം വിശാലമായ സ്ഥലത്ത് വിവിധ കൂടുകളിലും കൂടാരങ്ങളിലുമായി ഏകദേശം 30ഓളം ആളുകൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും, നാട്ടുകാരുടെ വാക്കുകൾ വിശ്വസിച്ചാൽ. അതേ സമയം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങൾ ചിതറിയ നിലയിൽ കാണുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വളരെ ക്ലോസ് ആയി പോയാൽ ഈ പാടത്ത് പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശരീരഭാഗങ്ങൾ പെറുക്കിയെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വിവിധ പാടത്ത് വിശദമായ പരിശോധന നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസും ഫയർഫോഴ്സും നടത്തുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ കൈയിൻ്റെയും വിവിധ ശരീരഭാഗങ്ങൾ തെറിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ശരീരഭാഗമാണ് അല്പം മുമ്പ് ഏകദേശം വളരെ മോശമായ അവസ്ഥയിൽ കണ്ടെത്തിയത്, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുന്നതും. ഇതിനകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇല്ല. അത് മാത്രവുമല്ല, ഇതിനകത്ത് കയറി രക്ഷാപ്രവർത്തനമോ ഒന്നും ഇനി സാധ്യമല്ല. പൂർണ്ണമായും അത് കെട്ടടങ്ങാതെ, പൂർണ്ണമായും സ്വയം നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യത്തിൽ വേറെ അതിനകത്തേക്ക് ഒന്നും പോകാൻ കഴിയാത്ത അതീവ നിസ്സഹായമായ അവസ്ഥയിലാണ് ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അറിയണം. 40-നടുത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ